അപ്പോൾ കുറച്ച് ദിവസമായില്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇനി ഇങ്ങനെ ചെയ്യാണ്ടെന്ന് ശരിയാവില്ലല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞൊന്ന് നോക്കിയപ്പോഴാണ് ഈ ക്യൂട്ടായിട്ടുള്ള ഒരു ഒറിഗാമി ഡ്രാഗൺ കണ്ടത്. അപ്പോൾ ഇന്ന് ഇത് തന്നെ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒറിഗാമി ക്രാഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആകെ ആവശ്യമുള്ളത് കുറച്ച് പേപ്പേഴ്സ് മാത്രമല്ലേ. അത് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഗമ്മോ വേറൊന്നും നമുക്ക് ആവശ്യം വരാറില്ല. അപ്പോൾ ഈ ക്യൂട്ടായിട്ടുള്ള ഡ്രാഗൺ ചെയ്തെടുക്കാൻ നമുക്കൊരു സ്ക്വയർ ആയിട്ടുള്ള ഷീറ്റ് മാത്രമായിട്ട് ആവശ്യമുള്ളൂ. അപ്പം നിങ്ങൾക്ക് വലുതാക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുന്ന ഷീറ്റിൻ്റെ ഒരു റേഷ്യോ കൂട്ടിയെടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ചെയ്തെടുക്കാനുള്ള ഓരോ സ്റ്റെപ്പും ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം കട്ടിയുള്ള പേപ്പർ എടുക്കണ്ട കേട്ടോ. നമ്മൾ ഈ മടക്കുന്ന സമയത്ത് ചിലപ്പം ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന ആ പെർഫെക്ഷനിൽ കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഞാനെടുത്ത് ഇച്ചിരി കട്ടി കൂടിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അധികം തിന്നും ആയി പോകണ്ട, അതുപോലെ തന്നെ അധികം തിക്കും ആയി പോകണ്ട. കുറച്ച് നമുക്ക് നന്നായിട്ട് സ്റ്റിഫായിട്ടൊക്കെ മടക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പേപ്പർ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിൻ്റെ ഓരോ സ്റ്റെപ്പും ഇതേപോലെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. ബാക്കിയൊക്കെ ഓക്കെ. പക്ഷേ ഈ വിങ്സിൻ്റെ ഫോൾഡിങ് എത്തിയപ്പോഴാണ് ഞാനൊന്ന് പെട്ടത്. കാരണം ഈ ഫോൾഡിങ് എത്ര നോക്കിയിട്ടും എനിക്ക് ശരിയാവുന്നില്ല. അവസാനം ഞാൻ എൻ്റെതായ രീതിയിലൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം വലിയ കുഴപ്പമില്ല, ഭംഗിയിലൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം എന്തായാലും ഒന്ന് മറക്കാതെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റൂലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.